കടമെന്നുള്ള ചോദ്യം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പക്ഷേ ഈ രീതിയിൽ കഥ ഇറക്കുന്നത്. ഭർത്താവ് വിദേശത്ത് പെട്ടുകിടക്കുന്ന സമയത്ത് 35 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇവരിവിടെ ദൂർത്തടിക്കുകയും പിന്നീട് അതിനുശേഷം മകന്റെ കയ്യാൽ തന്നെ മരിക്കാൻ അല്ലെങ്കിൽ മകന്റെ കയ്യാൽ തന്നെ വീട്ടിലെ എല്ലാവരും മരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും ഇവർ ചിലപ്പോൾ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവരെ ബാക്കി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഇപ്പം ജീവനോടിരിക്കേണ്ടതല്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ വീണ്ടും കള്ളത്തരങ്ങൾ പറയുകയാണ്. അതുപോലെ മകനല്ല കൊന്നത്, ഞാൻ അല്ലാണ്ട് കട്ടിൽ നിന്ന് വീണതാണ്, അല്ലെങ്കിൽ വീണ്ടും എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണുവെന്ന്. ഇന്നിപ്പം മൊഴി മാറ്റിയ സമയത്തുണ്ടായ കാര്യം, അഫാൻ പറഞ്ഞ കാര്യം, അഫാൻ നേരത്തെ തന്നെ വീഡിയോ കാണുന്നുണ്ടായിരുന്നു എങ്ങനെ മരിക്കാമെന്നുള്ളത്. ആ വീഡിയോ ഉമ്മയും കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് അഫാൻ പറയുന്നത്. ആ വാർത്ത ഞാൻ ആദ്യം പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി പറയാം. കൂട്ടക്കൊലപാതകത്തിന് മുൻപ് പ്രതി അഫാൻ മരിക്കുന്നത് എങ്ങനെയെന്ന് ഫോണിൽ തെരഞ്ഞിരുന്നതായി അന്വേഷണ സംഘം. കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടിരുന്നു. ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും ഈ ദൃശ്യം കാണിച്ചിരുന്നതായി പ്രതി മൊഴി നൽകിയിരിക്കുകയാണ്. ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, അപ്പോൾ ഈ